പറയുന്ന വ്യക്തിയെ നമ്മൾ ശരിക്കും സമ്മതിക്കണം. ചില കണ്ടസ്റ്റൻസ് ജിൻഡോയോട് കാണിക്കുന്ന പ്രവൃത്തികൾ കണ്ട, അല്ലെങ്കിൽ ജിൻഡോയെ പറയുന്നത് കേട്ട, വേറെ വല്ല ആളുകളാണെങ്കിൽ ക്ഷമ നശിച്ച് എന്തെങ്കിലും ചെയ്തു പോകും. അത്രയ്ക്ക് മോശമായ കാര്യങ്ങൾ ജിൻഡോയോട് ചെയ്യുന്ന ചില കണ്ടസ്റ്റൻസ് ഉണ്ട്. നമുക്കറിയാം, ആദ്യമൊക്കെ ജാസ്മിൻ ജിൻഡോയെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട് പല സിറ്റുവേഷൻസിൽ. അതിനൊന്നും അവർക്ക് ഈ പറഞ്ഞ ഒരു പണിഷ്മെന്റ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. കട്ട ടാസ്ക് ലൈവിൽ കഴിഞ്ഞിട്ട് അധികം ടൈം ആയിട്ടില്ല. അത് കഴിഞ്ഞ് കയറി വരുമ്പോൾ തന്നെ ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ നന്ദനയേക്കാൾ കുറച്ചും കൂടി കൂടുതൽ കട്ടപ്പറക്കിയായിരുന്നു, നന്ദനയ്ക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവര് വിന്നറായേനെ. അത് പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. പിന്നീട് എല്ലാവരും കൂടി ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ ഈ സംഭാഷണം വന്നു. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ 10-20 കട്ട കൂടുതൽ പറക്കിയായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് സിജോ പോയി അത് കൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നു, അത്രയ്ക്കൊന്നുമില്ല, 7 കട്ടകളെ കൂടുതൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സിജോ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ നന്ദനയുടെ പേരും, ഓഫ് കോഴ്സ് നന്ദനയും ജിൻഡോയായിരുന്നു ടീം, നന്ദനയുടെ പേര് വരുന്നു. ഇതൊക്കെ കേട്ടിട്ട് നന്ദന വരുന്നു. പിന്നീട് നന്ദന എന്തൊക്കെയാണ് ജിൻഡോയെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നന്ദനയ്ക്ക് ഫീൽ ചെയ്തു ജിൻഡോ നന്ദനയെ കുറ്റം പറഞ്ഞുവെന്നോ, അല്ലെങ്കിൽ നന്ദന കാരണമാണ് അവരെ ടീം ജയിക്കാതെ പോയെന്നോ, അങ്ങനെയുള്ള കുറെ എന്താ പറയുക ദേഷ്യം കൊണ്ടൊക്കെ ആയിരിക്കും നന്ദന പിന്നീട് ജിൻഡോയെ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കേട്ടിരിക്കുന്നവർക്ക് വേറെ വല്ലവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺട്രോൾ പോയി അവിടെ എന്തെങ്കിലും തന്നെ നടക്കും. അത്രയും മോശമായ സംഭാഷണങ്ങൾ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ സംസാരിച്ചിരുന്ന സെയിം ഒരു രീതിയിൽ നന്ദന ജിൻഡോയെ കുറേ വഴക്കു പറയുന്നുണ്ട്. ഇത്രയൊക്കെ നന്ദന ഒച്ചയെടുത്ത് അലച്ച് പറഞ്ഞിട്ടും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി വലിയ കാര്യമായിട്ടൊന്നും മറുപടി പറയുന്നില്ല. നന്ദനയെ കാം ഡൗൺ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് നന്ദനയ്ക്ക് മനസ്സിലായിട്ടോ ജിൻഡോ അല്ല അവിടെ ഒന്നും പറഞ്ഞത്. അത് പിന്നീട് സിജോ ആയിട്ട് എടുത്തൊരു കോൺവെർസേഷൻ അന്ന് മനസ്സിലായിട്ടും ആ തെറ്റൊന്നും സമ്മതിക്കാതെ വീണ്ടും ജിൻഡോയുടെ മേത്ത് കയറി ഒച്ചയെടുത്തോണ്ട് തന്നെ ഇരിക്കുവാണ്. ഒരു കൺട്രോൾ ഇല്ലാതെ. നമ്മൾ ഈ മനുഷ്യന്റെ ജിൻഡോ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഈ ക്ഷമ എന്ന് പറയുന്ന കാര്യത്തിൽ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഋഷി പോലും നന്ദനയെ കുറ്റം പറഞ്ഞ് അവിടെ സംസാരിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം മോശമായ രീതിയിലാണ് നന്ദന അവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നത്. എന്നാൽ എന്തിനാ ഒച്ചയെടുക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. കാര്യം മനസ്സിലാക്കാതെ എന്തോ കേട്ടു അതിന്റെ പേരിൽ കിടന്ന് അലയ്ക്കുക. ഇനി പിന്നീട് ആ ജിൻഡോ ഒരു കാര്യം പറഞ്ഞില്ല, നന്ദനയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോൾ സാധാ ഒരു ആളുകളാണെന്നുണ്ടെങ്കിൽ തന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയ ഒരു സോറി പറയില്ലേ? ഇതൊന്നുമില്ല. അതിന് പകരം വീണ്ടും ആ മനുഷ്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തൊരു ക്യാരക്ടറാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ജിൻഡോ അല്ല, വേറൊരു വ്യക്തിയായിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഡെഫിനറ്റ്ലി ബിഗ് ബോസ് ഹൗസിൽ ഇന്നൊരു പൂര അടിയാവും. പക്ഷെ ജിൻഡോ അവിടെ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നന്നായി മിതത്വം പാലിച്ച് ആ ഒരു സിറ്റുവേഷനെ ഒട്ടും എസ്കലേറ്റ് ചെയ്യാതെ നന്നായി കൺട്രോൾ ചെയ്ത് ആ സിറ്റുവേഷൻ നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. അതാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പല കാര്യങ്ങളിലും ഒച്ചയെടുത്ത് സംസാരിച്ച് വെറുതെ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുകളിൽ കയറി സംസാരിച്ച് പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ജിൻഡോ ഒരിക്കലും ഇപ്പൊ ഈ പ്രശ്നത്തെ വലിച്ചു നീട്ടി വലിയൊരു പ്രശ്നമാക്കുന്നില്ല. അവിടെ സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്വയം കൺട്രോൾ ചെയ്ത് അത് ആ ഒരു സിറ്റുവേഷനെ കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഇനിയും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വളരെ നല്ല ഒരു പേഴ്സൺ എന്ന് മാത്രമല്ല, എങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ മാന്യമായി പെരുമാറണം, എങ്ങനെ കാര്യങ്ങളെ തരണം ചെയ്ത് ഒരു വലിയ പ്രോബ്ലത്തിലേക്ക് കൊണ്ടിടാതെ എങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നല്ല കഴിവുള്ള അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ. പക്ഷെ നന്ദന എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ ഒരിക്കലും പറയരുത് നന്ദനയുടെ ഏജ്. നമ്മുടെ ഏജ് ഒക്കെ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഒതുക്കമൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ കുറച്ചും കൂടി വാക്കുകൾ നിയന്ത്രിച്ച് സംസാരിക്കണം. അങ്ങനെയൊന്നുമില്ല. നന്ദന എന്ന് പറയുന്ന വ്യക്തി വായ തുറന്ന എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഒരു വെർബൽ ഡയറിയ പോലെയാണ്. ഒരിക്കലും പറയില്ല നന്ദന ഇപ്പോ ജിൻഡോയുടെ ഏജ് കൺസിഡർ ചെയ്യണം, അങ്ങനെയൊന്നും പറയില്ല. ഒരു മനുഷ്യനായി കൺസിഡർ ചെയ്താൽ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളിൽ നമുക്ക് കുറേ കൺട്രോൾ വരുത്താൻ പറ്റും. നമുക്ക് മാന്യമായി സംസാരിച്ച് എന്ത് കാര്യമാണെങ്കിലും നമുക്ക് നന്നായി സംസാരിച്ചാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ കാര്യം മറ്റാൾക്ക് മനസ്സിലാക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ജിൻഡോ ഒരു തെറ്റ് ചെയ്യാതെ ജിൻഡോയുടെ മെക്കെട്ട് കയറിയിട്ട് പിന്നീട് അത് ജിൻഡോയല്ല ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ടും ഒരു മാപ്പ് പറയാനുള്ള ഒരു മനസ്സ് അതെങ്കിലും ആ കുട്ടിക്ക് വേണ്ടേ? അപ്പൊ അതൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ ഉണ്ടല്ലോ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ എന്തിനോ ഒക്കെ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയില്ലേ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നല്ലൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റ, ബൈ.